ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ സെറ്റ് ആക്കിയാലോ? ഇത് നോക്കിക്കോ. വാട്ട് ആർ ദ മേജർ സെക്ടേഴ്സ് ഇൻ ആൻ ഇക്കോണമി അക്കോർഡിംഗ് ടു മാക്രോ എക്കണോമിക്സ് പോയിന്റ് ഓഫ് വ്യൂ? ഓക്കെ, 4 സെക്ടേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് നമ്മുടെ ഫേംസ് എന്ന് പറയുന്നത്. ഈ ഫേംസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ റൂൾസും റെഗുലേഷൻസും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. ആ പ്രൊഡക്ഷൻ യൂണിറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ഫേംസ് എന്നായിരിക്കും വിളിക്കുന്നത്. ഇതിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലായിരിക്കും? നമ്മുടെ ഓൺടർപ്രന്യൂഴ്സ്, പ്രൈവറ്റ് ഓൺടർപ്രന്യൂഴ്സിൻ്റെ കയ്യിലായിരിക്കും. അവിടുത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഇവർ തന്നെയായിരിക്കും. അതിൽ നിന്ന് ആ ഇൻപുട്സ് ഒക്കെ എന്താക്കി മാറ്റും? ഔട്ട്പുട്ട്സ് ആക്കി മാറ്റിയിട്ട് അതിൽ നിന്നുള്ള പ്രോഫിറ്റ് ഇവർക്ക് തന്നെയായിരിക്കും. അതേപോലെ റിസ്ക്കോ അൺസർട്ടനിറ്റീസോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിലും അതും ആരായിരിക്കും ബെയർ ചെയ്യുന്നത്? നമ്മുടെ പ്രൈവറ്റ് ഓണേഴ്സ് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ഗവൺമെൻറ് എന്ന് പറയുന്നത്. സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ടറാണ് നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? നമ്മുടെ കുറേ ലോസ് കൊണ്ടുവരിക, അതൊക്കെ എൻഫോഴ്സ് ചെയ്യുക, ജസ്റ്റിസ് ഡെലിവർ ചെയ്യുക, അതുപോലെ എന്താ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നോക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്ത്? ഹൗസ് ഹോൾഡ് സെക്ടർ എന്ന് പറയും. അതായത് ഒരാൾ എന്ത് കൺസ്യൂം എന്ന് ചെയ്യണം നമ്മൾ തന്നെയല്ലേ തീരുമാനിക്കുന്നത്. നമ്മളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താ, നമ്മുടെ വീട്ടിലെ എല്ലാവരും കൂടെ ആയിരിക്കും നമ്മൾ എന്ത് കൺസ്യൂം ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത്. അതാണ് നമ്മുടെ ഹൗസ് ഹോൾഡ് സെക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഫേംസിലെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയൊക്കെ ഡിമാൻഡ് എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ഈ ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്നാണ് വരുന്നത്. ഇവരെന്താ പൈസ സേവ് ചെയ്യുന്നുണ്ട്, ടാക്സും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നുണ്ട്. ഇതിനുള്ള പൈസ ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് ഈ ഫേംസിൽ വർക്ക് ചെയ്ത് അതിൽ നിന്ന് വേജസ് കിട്ടുന്നവരായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഈ ഗവൺമെൻറ് അണ്ടർടേക്കിങ്സിൽ വർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് സാലറി കിട്ടുന്നവരായിരിക്കും. ചിലപ്പോൾ എന്താ ഈ ഫേംസിൻ്റെയൊക്കെ ഓണേഴ്സ് ആയിരിക്കും, അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നവരായിരിക്കും. ആൻഡ് നമ്മുടെ ലാസ്റ്റ് വണ്ണാണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റേണൽ സെക്ടർ. ഇത്രയും നാൾ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് എക്സ്റ്റേണൽ കാര്യങ്ങൾ നോക്കണ്ടേ? യെസ്, എക്സ്റ്റേണൽ സെക്ടർ വരുമ്പോൾ എന്താ, നമുക്ക് ഇമ്പോർട്ട്സും ഉണ്ട്, അതുപോലെ തന്നെ എന്താണുള്ളത്? എക്സ്പോർട്സും നമുക്കുണ്ട്. ഓക്കെ, ഇമ്പോർട്ട്സും ഉണ്ട്, എക്സ്പോർട്സും ഉണ്ട്. ഇത് 4 എന്തെന്ന് പറയുന്നത്? നമ്മുടെ മേജർ സെക്ടേഴ്സ് ഇൻ ആൻ എക്കോണമി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ക്യാപിറ്റൽ എക്കോണമിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഫീച്ചർ നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.